പെണ്ണിനൊന്ന് വിളിച്ചോക്കട്ടെ, പെണ്ണ് വരുവാണാവോ. അതിന്റെ കാര്യങ്ങളെങ്കിലും ഒന്ന് നോക്കാന് ഞാൻ ഒറ്റയ്ക്ക് എന്തൊക്കെയാ ചെയ്യപ്പോ. ആ നള്ളനെ ആലോചിച്ചിട്ട് അങ്ങോട്ട് കൊടുന്നത് ഞാൻ. പാവല്ലേ, ഒറ്റയ്ക്കല്ലേ ഉള്ളു. ഹലോ. ഇജെന്താ ഇങ്ങോട്ട് വിളിക്കൊന്നും ചെയ്യാത്തത്? ഇവിടുത്തെ ഒരു കാര്യം പണക്ക് അറിയണ്ടല്ലേ. പണിയോളം കഴിഞ്ഞിട്ട് എന്ത് പാട്, കൊഴപ്പൊന്നും ഇല്ല ഇപ്പൊ. ഓളതാ റൂമിലുണ്ട്, കുട്ടി ഉറങ്ങിക്കണ്. ഞാൻ ചായ കുടിക്കാൻ പറയാൻ പോവാൻ നിക്കായിരുന്നു. അപ്പൊ ഞാൻ പണക്കൊന്ന് വിളിക്കട്ടെ വിചാരിച്ചേ ഞാന്. അല്ലടി, ഇജ്ജൊന്ന് വരും എന്നാ, കുറച്ച് ദിവസം ഒന്ന് ഇവിടെ നിന്നോക്കാം. ഒരു 10 ദിവസം നിന്നാ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഈ തിരുമ്പലും ഇതൊക്കെ കൂടെ ആവുമ്പോഴേ ഓളെ കാര്യങ്ങൾ വല്ലാതെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഓളമ്മാനെയാണെങ്കിൽ വിളിക്കാൻ വെഞ്ചല്ല, ഓളമ്മാവ് വെജാതിരിക്കണ ഒരാളും ഒറ്റക്കുമാണ്. പരീക്ഷ? ഇപ്പൊ പരീക്ഷയാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാ? എന്നാ വായെന്നാ 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുവോ? എന്നാ പിന്നെ സ്കൂൾ തുറക്കുമ്പോത്തിന് അവർക്ക് പോവും ചെയ്യാ. നല്ലത്. എന്നാല് ഇന്നാ ഓനോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വായോ. എന്നാ കുറച്ച് ദിവസം എനിക്ക് ഇവിടെ നിക്കാം. കൊഴപ്പൊന്നും ഇല്ല, എങ്ങനെയാണ് പോണൊക്കെ ഉണ്ട് ഇപ്പൊ. ഓൻ വിളിച്ചിട്ട് ഇപ്പൊ ഇന്നലെ പൈസ അയച്ചിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഞാന് പീടികയില് ലിസ്റ്റ് കൊണ്ടുകൊടുത്തങ്ങാണ് കുറെ സാധനങ്ങൾ ഓര് കൊടുന്നന്ന്. പിന്നെ പൈസ ഇവിടുന്നാണ് കൊടുക്കുക. ഇതൊക്കെ ഇപ്പൊ പോയി വാങ്ങാനും ഇതിനൊന്നിനും വെച്ചല്ലോ. അപ്പൊ എല്ലാ സാധനങ്ങളും കൊടുന്ന് തന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ കുട്ടിക്ക് എന്താ 2 കൂട്ട് ഡ്രസ്സ് എന്തോ കൊടുക്കണം അത്ര. അപ്പൊ അതൊന്ന് വാങ്ങാണ്ട്. ഇജ് വന്നിട്ട് ഇജൊന്ന് പോയി കൊടുന്നാ മതി അത്. ഓളപ്പൊ എന്തായാലും പറഞ്ഞേക്കാൻ പറ്റൂലല്ലോ, ഓനും ഇവിടെ ഇല്ലാത്തതാണ്. ആയിക്കോട്ടെ. എന്നാല് എനിക്ക് ആ തിരുമ്പാളൊക്കെ ഒന്ന് തിരുമ്പിരട്ടെ. കുട്ടി മൂത്രയിച്ചതേ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ട് തന്നെ ഇല്ല തോന്നുന്നുണ്ട്. നല്ല നൊലോച്ചിലൊക്കെ കേട്ടീന്. എന്നാ ആയിക്കോട്ടെ. എന്നാല് വെച്ചാളാ. ഇപ്പൊ എന്തായാലും ഓള് വരുമ്പോത്തിന് ഓളമ്മാനോടൊന്നും ഇങ്ങോട്ട് 4 ദിവസത്തിന് വരാൻ പറ. പിന്നെ കുഞ്ഞു വന്നാണ്ട് ഓളമ്മാട് പോയിക്കോളും. അതാ നടക്കുള്ളൂ ഇപ്പൊ. പോയി തിരുമ്പിരട്ടെ. പെണ്ണിനോട് ചായ കുടിച്ചാൻ വരാൻ പറയട്ടെ. ഒന്നും നേരെ വെളുത്ത കുടിച്ചൂല, ഉണ്ടാക്കി അവിടെ വെക്കാന്നല്ലാതെ. കുഞ്ഞോളെ, കുട്ടി ഇറങ്ങിയിട്ടില്ലേ? കുട്ടി ഇറങ്ങിമ്മ. എന്തേ? എന്നാ കുട്ടി ഇറങ്ങിക്കണെന്നുണ്ടെങ്കിൽ ആ ചായ വന്നെടുത്ത് കുടിച്ചാ. ഞാൻ എപ്പെങ്ങാനും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ചായയും കടിയൊക്കെ. ഞാൻ കുടിച്ചോളാം. കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാച്ചിട്ടാണ്. എടുത്ത് കുടിച്ചോളാന്ന് പറഞ്ഞാൽ എപ്പ കുടിക്കാനാണിത്? നേരം വെളുത്തിട്ട് അന്നത്തിന്റെ വെള്ളം കുടിച്ചിക്കണ. ഈ വയറ് കാളിയിട്ടുണ്ടെങ്കിൽ കുട്ടിക്കല്ല കേട്. ആ കുട്ടിക്ക് വയറ്റുന്ന എന്തേലൊക്കെ ചെജ്ജു. ഇനി വന്നിട്ട് അടുത്ത് കുടിച്ചങ്ങാട് ഇവിടെ വന്ന് കിടന്നോ? കുടിക്ക. ഇന്നലെ എന്താ കുട്ടി നല്ല നൊലോളിച്ചിന്നല്ല. എനിക്ക് ഇന്നൊന്നും വിളിച്ചുകൂടായിരുന്നില്ല. എനിക്കാണെങ്കിൽ തലവേദന സഹിക്കാൻ വിചാരിച്ച് ഞാൻ അവിടെ കിടന്ന്. ഇജ്ജ് ഒന്ന് വന്ന് വിളിച്ചാല് ഞാൻ വന്ന് നിർത്തിന്ന് എനിക്ക് വെജാന്നുണ്ടെങ്കിൽ. ഓൻ കുറച്ചേരെ നൊലോളിച്ചിട്ടുള്ളൂ. പിന്നെ ഓനാണ്ട് ഉറങ്ങി. അതേ പിന്നെ അമ്മാനെ വിളിക്കഴിഞ്ഞത്. രാവിലെ മുതലേ ഓനെ ഉമ്മല്ല എടുക്കണത്. അപ്പൊ പിന്നെ കുറച്ചേരം ഉറങ്ങിക്കോട്ടെ വിചാരിച്ചു ഞാൻ. ഇപ്പൊ കൂലിയൊക്കെ കഴിഞ്ഞല്ലേ. ഇനിയിപ്പോ എന്തായാലും അത് തിന്നുങ്ങാണ്ടേ ഒരു പാത്താണ് കിടന്നു. ഞാൻ ആ തിരുമ്പിടാളൊന്നാണ് പോയി തിരുമ്പിടട്ടാ. ഞാൻ തിരുമ്പമ്മ. വേണ്ട, ഇജ്ജ് തിരുമ്പൊന്നും വേണ്ട. പെറ്റിട്ട് 3-4 ദിവസമായിട്ടുള്ളൂ. അപ്പൊ ഇജ്ജ് തിരുമ്പാൻ നിക്ക. അന്നെ ഞാൻ ഇങ്ങോട്ട് കൊടുന്നിക്കണതേ പണിയോളം എടുക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ ഒരു പാത്ത് കിടന്നോട്ടെ വെച്ചിട്ട്. ആ പാവം തള്ള അവിടെ കിടന്ന് ഇറങ്ങാറാവണ്ടല്ലോ, ഒറ്റയ്ക്കല്ലേ ഉള്ളു വിചാരിച്ചിട്ട് എങ്ങോട്ട് കൊടുന്നിക്കണത്. ഇന്റെ അടുത്ത് കൊടുന്നിട്ട് ഞാൻ ഒന്നും തിന്നാൻ തന്നില്ല എന്നുള്ളതാവും. പിന്നെ തടിയും വെക്കാതെ മര്യാദക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നാൻ നോക്ക്. പിന്നെ ഞാൻ കുഞ്ഞുമൂന്ന് വിളിച്ചീന്ന്. അപ്പൊ ഓളോട് ഇങ്ങോട്ട് 4 ദിവസത്തിന് വരാൻ പറഞ്ഞു. എന്തായാലും ഇപ്പൊ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. അപ്പൊ ഓള് എന്നോട് പറഞ്ഞു കുട്ടികൾക്ക് പരീക്ഷയാണ് സ്കൂളിൽ. അത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂള് പൂട്ടാണ്. അപ്പൊ ഞാൻ വരണ്ടേ പറഞ്ഞു.
ഇജ്ജ് എന്റെ ഉമ്മാനോട് ഒരു 4 ദിവസത്തിന് ഇങ്ങോട്ട് വരാൻ പറയും. എന്തായാലും എന്റെ ഉമ്മ ഒറ്റക്കാണ് അവിടെ നിക്കണത്. അപ്പൊ അന്റെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് ചെയ്ത് തരാൻ വേണ്ടി എന്തെങ്കിലും എടുത്ത് തന്നാ മതിയല്ലോ. ഞാൻ ഉണ്ടാക്കി വെച്ചോണ്ട് അതൊന്നും എനിക്ക് കൊടുന്നു തന്നാ മതിയല്ലോ. അതിന് എന്റെ ഉമ്മാടൊന്നും ഇങ്ങോട്ട് വരാൻ പറഞ്ഞാളാ. എന്നമ്മ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. നിങ്ങക്ക് ഈ വെയ്യാത്തോടത്ത് നിങ്ങള് ചെയ്യണ്ടല്ലോ. ജാണ്ട് പോവൊന്നും വേണ്ട. എന്തായാലും എന്റെ മകൻ എന്നെ ഇങ്ങോട്ട് കൊടുന്നിക്കണില്ല. അവിടെ പോയി നിക്കാനൊന്നുമല്ല. ഇനിയിപ്പൊ ഫസ്റ്റത്തെ പ്രസവമാണ് എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പൊ അവിടെ തന്നെ നിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. എവിടെയും പ്രസവിച്ചെടുക്കൊക്കെ ചെയ്യും. അതൊക്കെ ഓരോരുത്തരും ഉണ്ടാക്കി വെച്ച ഓരോ ആചാരങ്ങളാണ്. അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഉള്ള എടുത്ത് തിന്നിട്ട് ഞാൻ പോയിട്ട് ഞാൻ തിരുമ്പിടട്ടെ. ആയിക്കോട്ടെ, ഞാൻ എടുത്ത് കുടിച്ചോളാം. ആ ഓ വെയിലൊക്കെ ഉണ്ട്, എന്നാലും ആ തണുപ്പ് ഇങ്ങോട്ട് വിട്ട് മാറുന്നില്ല. എന്തൊരു തണുപ്പാണ് നേരം നോക്കുമ്പോ തന്നെ. നേരം നോക്കുമ്പോ തന്നെ പണ്ട് തിരുമ്പലൊക്കെ കഴിഞ്ഞാ. ആടി തിരുമ്പിയത് ഉണക്കാണ്. മരുവളതും കുട്ടിയുടേതും കൊണ്ട് തിരുമ്പിയതേ. അപ്പൊ ആ ഒക്കെ ഒന്നുണ്ട് ഉണക്കിയിടട്ടെ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. മരുവോളം ഇങ്ങോട്ടാ കൊടുന്നിക്കണത്. ഇതിപ്പോ നല്ല കഥ. എന്തിനാ പോളെ ഇങ്ങോട്ട് കൊടുന്നിക്കണത്? എന്തോ ഓളോടെ നിർത്തിക്കൂടെ? ഞാൻ എങ്ങനെ ഓളോടെ നിർത്ത? ഓളമ്മക്കാണെങ്കിൽ തീരെ വെച്ച. പിന്നെ അത് ഒറ്റക്കുമാണ് താമസിക്കണത്. ഇക്ക് എന്ത് സമാധാനമുള്ളത്? അപ്പൊ ഞാൻ അങ്ങോട്ട് കൊടുന്നു. ഒറ്റക്കാണെങ്കി ഇപ്പൊ എന്താണ്? ഫസ്റ്റത്തെ പ്രസവമൊക്കെ നോക്കലേ ഓല ഉത്തരവാദിത്താണ്. അതൊക്കെ ഒരു കടമല്ലേ. ഇജ്ജ് എന്തിനാ വെറുതെ ഇജ്ജ് റിസ്ക് എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് കൊടുന്നിക്കണത്? പിന്നെ ഇജ്ജ് പണിയോളെടുത്ത് മരിക്കും. ചെക്കൻ പറഞ്ഞാ പിന്നെ നമ്മക്ക് അത് കേൾക്കാതിരിക്കാൻ പറ്റൂലല്ലോ. പിന്നെ ആദ്യമായിട്ട് ഉണ്ടായ ഒരു കുട്ടിയല്ല. അപ്പൊ ഇക്ക അതിനെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ തോന്നിയില്ല. ഓ, മകൻ അങ്ങനെ പറഞ്ഞിട്ട് മകൻക്ക് മകന്റെ പെണ്ണുങ്ങളെയും കുട്ടീനെ എപ്പോഴും കാണാൻ വേണ്ടിട്ടുള്ള നാടകം കേൾക്കാരാ. അല്ലാതെ പോളെ പെരയിൽ നിർത്താതിരിക്കാനുള്ളതൊന്നും ആവൂല. എന്തായാലും ഞാൻ ഓളൊന്ന് പോയി കാണട്ടെ. ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ മരുമോളെ അങ്ങോട്ട് കൊടുന്നതൊന്നും. ആരും പറയണവും കേട്ടില്ല. ഇജാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയും കൂടിയും ചെയ്തില്ലല്ലോ മിഞ്ഞാന്നാ കണ്ടപ്പോഴൊന്നും. എന്നാ പോയി കണ്ടോള അതിന്റെ ഉള്ളിലുണ്ട്. ഇജാണ് ചെന്നാളാ. എന്താ കുട്ടീന്നിട്ട്? ആൺകുട്ടിയാണെടി. ആൺകുട്ടിയാണ്. ഞാൻ നോളൊന്ന് പോയി കാണട്ടെട്ടാ. എന്നിട്ട് ഇങ്ങോട്ട് വരാം. ആടി ഇന്നായിക്കോട്ടെ, ചെല്ലുന്നാല്. എന്താപ്പൊ വർത്താനൊക്കെ? ഇമ്മ പറയേ അന്നെ ഇങ്ങോട്ട് കൊടുന്നിക്കണെന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന കുട്ടീനെ ഒന്ന് കണ്ടുങ്ങാണ്ട് പോവാലോന്ന്. ഉറങ്ങാണ്. ഞാൻ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞപ്പളേ കിടന്നതാണ്. ഇത് എന്തിനാ ഇങ്ങോട്ട് പോന്നിക്കണത്? അനക്ക് അന്റോടെ കിടന്നാ പോരായില്ലേ? ഈ സ്വസ്ഥതയും സമാധാനം ഇല്ലാത്തോടത്തേക്ക് ഇജ്ജ് വരേണ്ട ആവശ്യം ഉണ്ടായിന്നാ. അതെന്താ നിങ്ങൾ അങ്ങനൊക്കെ പറയണ്? എന്താ ഇപ്പൊ പ്രശ്നം ഉണ്ടായി? അല്ലേ, ഞാൻ ആയിക്കൂടെ വരുമ്പോ എന്റെ അമ്മായിമ്മ അവിടെ തിരുമ്പിയതൊക്കെ ഉണക്കണ്. അപ്പൊ അമ്മായിമ്മ പറയേ ഒരു പണിയെടുക്കാൻ കൂടുന്നില്ലാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ തന്നെ ഒക്കെ ഒരു കുട്ടികൾ പണിയെടുക്കാൻ ഇതിനൊക്കെ കൂടുവോ? ഇപ്പൊ ഒന്നാമത് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അപ്പൊ ഒരു 6 മാസമെങ്കിലും റെസ്റ്റ് എടുക്കേണ്ട സമയമല്ലേ. അപ്പൊ എന്നോടാണ് ഓപ്പറേഷൻ അല്ലേ, അതിനിപ്പോ എന്താണ് ഓക്ക് ഇന്റെ പിന്നാലെ പണിയെടുത്ത എന്താ വരിക? കുട്ടിയുടെ ഞാൻ തിരുമ്പിയിട്ട് വേണമെന്ന്. ഇത് കേൾക്കാൻ വേണ്ടിട്ട് ഇന്റെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇമ്മ എന്നോട് ഇതുവരെ അങ്ങനൊന്നും പെരുമാറിയിട്ടില്ലല്ലോ. ഇമ്മക്ക് ഞാൻ ഇവിടെ നിക്കണത് ഭയങ്കര ഇഷ്ടാണ്. അപ്പൊ ഞാൻ നോണ അറിയാണെന്ന് അഞ്ജലി പറയണത്? എനിക്ക് എന്താ ഇപ്പൊ നിങ്ങളെ കുടുംബകാര്യത്തിൽ ഇടപെട്ടിട്ട് കാര്യമുള്ളത്? എനിക്ക് നോണ അറിഞ്ഞിട്ട് ഒരു കാര്യം കിട്ടാനൊന്നുമില്ല. പിന്നെ ഞാൻ എന്റെ അമ്മായിമ്മ പറഞ്ഞ് ഞാൻ എന്നോട് പറഞ്ഞു എന്നുള്ളൂ. ഇവിടെ നിക്കണേക്കാൾ നല്ലത് എന്റെ പെരേക്ക് പോവാണ്. അവിടെ ആളില്ലാന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ നിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു അടിമോളെ പോലെ എന്റെ ഉമ്മ ഉണ്ടല്ലോ അവിടെ അങ്ങനെ നോക്കാൻ. എന്റെ ഉമ്മാക്ക് നോക്കിയാൽ മതിയല്ലോ. എന്നാ പിന്നെ ഈ വർത്താനം കേൾക്കൂലായിന്ന്. ഇനിയിപ്പോ ഇജ്ജ് അതിനെ ആലോചിച്ചിട്ട് സങ്കടപ്പെടുമൊന്നും വേണ്ട. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇജ്ജ് പോവാൻ നോക്കാം എന്റെ പെരേക്ക്. ഇന്ന് തന്നെ പോണമെന്നില്ല, നാളെ ആയാലും മതി. ഞാൻ പറഞ്ഞിക്കണെന്നുണ്ടെങ്കിൽ ഇജ്ജ് എന്റെ അമ്മായിമാനോട് പറയും വേണ്ട കേട്ടോ. ഇന്റെ തല പിന്നെ കൊത്തി പറിക്കും. ഞാൻ പിന്നെ ഒരാളെ കാര്യത്തിൽ ഞാൻ ഇടപെടാനൊന്നും നിക്കലൊന്നുമില്ല. പിന്നെ എന്റെ ഒരു പാവം കണ്ടിട്ട് ഞാൻ പറഞ്ഞോന്നുള്ളൂ. ഇത് ഇന്നോടൊരു വാക്ക് പറയാ, എന്നോടൊരു വാക്ക് പറയാ.
അതിന്റെ ഇടയിൽ പ്രാക്ക് വരുന്നത് ആർക്കാ? അണക്കും ഈ കുട്ടിക്കും തന്നെയാണ്. എന്റെ അമ്മായിമ്മ വല്ലാത്ത സാധനം തന്നെയാണ്. എന്തൊക്കെ വെച്ചിട്ടാ പറയുന്നത്. ഹേയ് ഓളമ്മ ഒറ്റക്കാണ് വിചാരിച്ചിട്ട് ഇവിടെ ആക്കിയിക്കാണ്. ഇത് ഓളമ്മാക്ക് അല്ലെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് നിന്നൂടെ. ഇനി പറയാത്തതൊന്നുമില്ല. ഇനി എന്റെ മകനെ ഇടങ്ങറാക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ ഇവിടെ വന്ന് നിക്കണത്. ഫസ്റ്റത്തെ പ്രസവല്ലേ, ഓൾക്ക് ഓളോടെ നിന്നാ മതി എന്നൊക്കെ പറഞ്ഞു എന്നോട്. അതെ. പിന്നെ അത് മാത്രല്ല, കുട്ടി കറുത്തിട്ടാണ്, എന്റെ മകൻ വെളുത്തിട്ടാണ്, ഇതൊക്കെ സംശയമുണ്ട് എന്റെ മകന്റെ അല്ലേന്നുള്ളതൊക്കെന്ന് പറഞ്ഞു എന്നോട്. എന്താപ്പൊ ഇതിനൊക്കെ പറയാ ഞാന്. കുട്ടിനെ കാണാനൊന്നും ഒരു കുഴപ്പമില്ല, ഓനെ പോലെ തന്നെ ഉണ്ടേനു. പിന്നെ എന്തിനാ എന്റെ അമ്മായിമ്മ അങ്ങനൊക്കെ പറയുന്നത്? എന്തായാലും ഞാനവിടെ പോട്ടട്ടാ. ഞാൻ ഇതിൽ കൂടെ പോകുമ്പോഴേ അപ്പൊ എന്റെ അമ്മായിമ്മ ഉണ്ട് അവിടെ തിരുമ്പിയതൊക്കെ ഉണക്കിയിട്ട് കുട്ടികളെ ശീലൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുക ഇതെന്താ ഇപ്പൊ ഈ നേരം വെക്കുമ്പോ തന്നെ തിരുമ്പണ്. അപ്പൊ എന്നോട് പറയും ഓളും കുട്ടി ഉണ്ട് ഇവിടെ, ഓളെ അങ്ങോട്ട് കൊടുന്നിക്കണ്. അതാ ഞാൻ പന്നോട് കാണാൻ വേണ്ടിട്ട് വന്നത്. എന്നാ അവിടെ കിടന്ന് കുറച്ചു കഴിഞ്ഞിട്ട് നീച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെജ്ജാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുത്താളാ. ഞാൻ മോന്തങ്ങനെ വീർപ്പിക്കണേ കാണണ്ട ജി. എന്നാ ഞാനവിടെ പോട്ടെട്ടാ. ആയിക്കോട്ടെ എന്നാല്. കുട്ടി ഉറങ്ങാണില്ലേ? ഉറങ്ങായ കാരണടി ഞാൻ എടുക്കാത്തത്. ഇനി പോണെന്നിട്ടുണ്ടെങ്കി പിന്നെ അന്നെ ഒരു ഭാഗത്ത് ഇരിക്കാനയക്കൂല. എന്നാ ആയിക്കോട്ടെ, ഞാനവിടെ പോട്ടെട്ടാ. എന്താ ഉമ്മ അങ്ങനെ പറഞ്ഞേ? എന്നോട് വേറെ ഓലോട് വേറെ പറയണെന്താ? എന്റെ മനസ്സിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞില്ല എന്റത്. ആടി അത് കഴിഞ്ഞ്. ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ നല്ല കാറ്റാണല്ലോ ഇപ്പൊ. അപ്പൊ ഇതൊക്കെ ഒന്നാണ്ട് അടിച്ചു അറ്റേച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാനി. എന്താ ഓളെ കണ്ടീല ഇജ്ജ്? ആടി ഞാൻ ഓളെ കണ്ട് വർത്താനം പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോന്ന്. എന്നിട്ട് അപ്പൊ ഓളെ വർത്താനം കേട്ട് ഇങ്ങനെ നിന്നാലേ എനിക്ക് ഭ്രാന്ത് പിടിച്ചോളൂ. എന്താ ഇജ്ജ് പറയണ? ഒക്കെ ഒന്നും മനസ്സിലാവണില്ല. ഓള് പറയാണ് എന്റെ അമ്മായിമ്മ അങ്ങനെയാണ്, എന്റെ അമ്മായിമ്മ ഒരു പണി എടുക്കൂല, ഒരു സാധനം ചെയ്യൂല, എല്ലേതും ഓള് വന്ന് നീച്ചുണ്ടാക്കണമെന്ന്. ഞാൻ പറഞ്ഞു നേരം വെളുത്തേക്ക് അന്റതും കുട്ടിയുടേതും ഒക്കെ എന്റെ അമ്മായിമ്മ തിരുമ്പുന്നത് കണ്ടുകൊണ്ടാണല്ലോ ഞാൻ അങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഓള് പറയാ അതൊക്കെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ട് വെറുതെ കാട്ടി കൂട്ടുകയാണ്. ഒരു സ്നേഹവും ഇല്ല എന്നാണ് ഓള് പറയുന്നത്. ഓൾ അങ്ങനെ ഒന്നും പറയൊന്നുമില്ലടി. ഓളൊരു പാവാണ്. എന്തായാലും ചായ എടുത്ത് കുടിക്ക, ഉമ്മാനെ ഇനി ബുദ്ധിമുട്ടിക്കണ്ട. ചായ എടുത്ത് കുടിക്കട്ടെ. ഇല്ല എന്നാ പിന്നെ ഞാൻ നോണ അറിയിക്കാരല്ല. ഇത്രയും കാലമായിട്ട് ഞാൻ എന്നോട് എന്തെങ്കിലും നോണ പറഞ്ഞിട്ടുണ്ട് അറിയില്ല ആ പെരന്റെ ഉള്ളിൽ എന്തൊക്കെയാ നടക്കണെന്നുള്ളത്. ഞാൻ ചെന്നപ്പോ ഓള് ഭയങ്കര ഫോമിലിയിലാണ്. ഓളമ്മാക്ക് വിളിച്ചിട്ട് ഓള് പറയാണ് ഒരു സാധനം നേരം വെളുത്തിട്ട് എനിക്ക് തിന്നാൻ തന്നിട്ടില്ലാന്ന്. വേണമെങ്കിൽ എടുത്ത് തിന്നോന്ന് എന്റെ അമ്മായിമ്മ പറഞ്ഞിക്കണ്. കുട്ടി കറുത്തിട്ടാണ്, എന്റെ മകൻ നല്ല വെളുത്തിട്ടാണ് എന്ന് പറഞ്ഞിക്കണെന്ന്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞേ ഓൾ അതൊന്നും പറയില്ല, എനിക്ക് ഓളെ പറ്റിട്ട് നന്നായിട്ട് അറിയണതാണ് എന്ന് പറഞ്ഞപ്പോ എന്നോട് അറിയാം ഇങ്ങക്ക് അറിയുന്ന ആളൊന്നല്ല എന്റെ അമ്മായിമ്മ. ഇതിലും കൂടുതൽ ഇനി എന്താ കേക്കാനുള്ളത്? ഓള അങ്ങനൊക്കെ പറഞ്ഞപ്പോ എന്നെ പറ്റിയിട്ട് ഞാൻ ഇതുവരെ ഓളെ ഞാൻ എന്റെ മകളെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ, മരുവോളായിട്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ ഓൾക്ക് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഞാൻ എന്തിനാ ഓളെ ഇതാക്കണത്? ഇപ്പൊ ഇന്ത്യക്കൊന്നും ഓളും ഇതൊക്കെ പ്രതീക്ഷിച്ചാ മതി. എന്തായാലും ഞാനവിടെ പോട്ടടി. നേരെ കുറെ ആയിക്കണം, ഇനി പണിയോളുണ്ട്. തണുത്തിട്ടാണെങ്കിൽ ഇതുവരെ പുറത്തേക്ക് ഇറങ്ങാൻ വെച്ചിരുന്നു. പിന്നെ വെയിൽ ഉദിക്കണുണ്ട്. ഞാൻ തിരുമ്പാളും കൂടി ഒന്നാണ് തിരുമ്പിലട്ട പോയിട്ട്. ഇന്ന് ആയിക്കോട്ടെട്ടാ. ശരി. അപ്പൊ ഇതാണ് സംഭവം അല്ലേ? എന്നോട് പറഞ്ഞതെല്ലാം ഇവിടെ വന്നിട്ട് പറയണത്. അപ്പൊ രണ്ടിനും കൂടി തെറ്റിക്കാനുള്ള പ്ലാനിങ്ങിലാണ് മൂപ്പരാള്. നടന്നു തന്നെ ഇമ്മ അങ്ങോട്ട് വരട്ടെ. എന്തായാലും ഉമ്മാന്റെ എന്താന്ന് നോക്കണല്ലോ. ആയിക്കോട്ടെ എന്നാ ചെല്ലുന്നാല്. എന്നാലും പോള് എന്നെ പറ്റിട്ട് അങ്ങനൊക്കെ പറഞ്ഞില്ല പോള്. ഞാൻ എന്താ ഓളെ കാട്ടിയത്? ഞാൻ എന്റെ സ്വന്തം മകളെ പോലെയല്ലേ ഞാൻ ഓളെ കണ്ടിട്ടുള്ളൂ.
ഒരു ചായ എടുത്ത് വെച്ചിട്ട് മണിക്കൂർ രണ്ടായി. ഈ നേരം വരെ ആയിട്ട് ഒക്കെ എടുത്ത് കുടിക്കാരായിട്ടില്ല. ഇനി ഞാനവിടെ കൊണ്ടു കൊടുക്കിച്ചിട്ട് ഇരിക്കേക്കാരം, അവിടെ ഇരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. ഇമ്മ ചായ എവിടെ? ടേബിൾമ കണ്ടില്ലല്ലോ. എന്താ നിങ്ങളൊന്നും ഉണ്ടാത്ത്? ചായ ഇരിക്ക്, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു കുടിച്ചോ. എല്ലോ ഞാൻ തന്നെ അവിടെ കൊടുന്നേരണ വെച്ചാല്. എന്ത് നിങ്ങക്ക് പറ്റി? രാവിലെ കണ്ട ആളെ അല്ലല്ലോ ഇപ്പൊ. എന്താണ്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. പറ്റിയതൊക്കെ കണക്കല്ലേ. എന്താ നിങ്ങൾ ഈ പറയണത്? ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? അനക്ക് ഇന്നെ പറ്റിയിട്ട് നാട്ടുകാരോട് കുറ്റം പറയാനല്ലേ ഉള്ളൂ. ഇത് എന്തെങ്കിലും ഇന്റെ നല്ലത് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ എന്ത് ചെയ്തെന്നാലും അതിനൊക്കെ കണക്ക് കുറ്റാണല്ലോ. ഞാൻ എന്നെ ഇവിടെ കൊടുന്ന് നിർത്തിയിരിക്കണത് എന്റെ പേരന്റെ ഉള്ളിൽ പണികൾ എടുക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ നിന്നോട്ടെ, എന്റെ പേരക്കുട്ടിയല്ല, എനിക്കൊന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പൊ ഇജ്ജ് ഇന്റെ കുറ്റം എല്ലാരോടും പറഞ്ഞ് നടക്ക. ഞാൻ എന്നെ ഇതുവരെ എന്റെ മരോളായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്റെ സ്വന്തം മകളായിട്ട് ഞാൻ എന്നെ കണ്ടത്. അത് ഇന്റെ തെറ്റാണ്. നിങ്ങളോട് ആരപ്പ ഇതൊക്കെ പറഞ്ഞത്? ഞാൻ ഒരാളോട് ഇങ്ങനൊന്നും പറയാൻ പോയിട്ടില്ല അമ്മ. നിങ്ങൾ വെറുതെ ഓരോന്നും പറയണ്ട. ഞാൻ അങ്ങനൊക്കെ തന്നെ പറയുള്ളൂ. ഇനി ജന്റെ കാര്യം നോക്കുക, ഇനി ജന്റെ പെരേക്ക് പോവുക, ഇജ്ജ് എന്ത് കാട്ടിയാലും വേണ്ടിയില്ല. എന്റെ മകൻ വിളിച്ചുമ്പോ ഞാൻ പറഞ്ഞോണ്ട്. എന്താണ് മരോളായിട്ട് നല്ലപോലെ ഇങ്ങനെ നിക്കണതോളൂ. അച്ചോ, വന്ന കാര്യാണെങ്കി പറയാനും മറന്നല്ല. 500 ഉറുപ്പ്യക്ക് വേണ്ടിട്ടുള്ളപ്പോ ഞാൻ വന്നത്. ഓളോട് ഇനി പോയി ചോദിക്കന്നെ വേണം. ഓളോളും മരോളും മോക്കൊക്കെ കൂടെ കണ്ണ എന്താ പോലും തമ്മിലുള്ള സ്നേഹം. അങ്ങനെ സൂചിച്ച് നല്ലപോലെ ജീവിക്കാൻ ഞാൻ അയക്കൂല. എന്തായാലും പോയിട്ട് 500 ഉറുപ്പ്യ പോയി വാങ്ങട്ടെ. ഇക്ക് മനസ്സിലായി ആരെങ്ങോട് പറഞ്ഞു എന്നുള്ളതൊക്കെ. ആ താത്ത വന്നപ്പോ പറഞ്ഞതല്ലേ. ഇന്നോട് എന്താ പറഞ്ഞു നിങ്ങൾക്ക് അറിയോ? ഇന്റെ കുട്ടി കറുത്തിട്ടാണ് ഇന്റെ മകന്റെ എല്ലാന്ന് വരെ നിങ്ങൾ പറഞ്ഞിക്കണെന്നാണ് ഇന്നോട് വന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്താ നിങ്ങളെ കാട്ടേണ്ടത്? അത് പറഞ്ഞിരിങ്ങോട് ഞാൻ മുണ്ടാതെ നടക്കണ്ടേ? ഇക്ക് ഓല് ചെയ്ത് തെറ്റാണെന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അപ്പോഴും നിങ്ങളോട് വന്ന് വർത്താനം പറഞ്ഞത്. അവിടെ നിന്ന് വർത്താനം പറഞ്ഞത് ഞാൻ ഈ ജനലിന്റെ ഉള്ളിൽ കൂടെ ഞാൻ കേട്ടതാണ്. നിങ്ങൾ എന്താ വിചാരിച്ച നിങ്ങളോട് മാത്രമാണ് ഇന്റെ കുറ്റം പറഞ്ഞിരിക്കുന്നോ? നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യക്ക് നിങ്ങളെടുത്തേക്കാണ് പോകുന്നത്. ആരെങ്ങൾക്ക്? നമ്മളെ രണ്ടാളെയും കൂടി തെറ്റിക്കാനാണ് ഓര് നോക്കിയത്. ഇപ്പൊ എല്ലാത്തിനും കുറ്റകാരത്തി ഞാനായില്ലേ. ഇത് ഇനി അത് ആലോചിച്ചങ്ങാടി ഇത് ഓരോച്ചൊന്നും വേണ്ട. ഓളാവ് വന്ന് പറഞ്ഞപ്പോ എനിക്കും തന്നെ സങ്കടമായി. ഞാനൊരു മനുഷ്യൻ തന്നെയല്ലേ. ഇജ്ജ് വേർത്താ ചായ എടുത്ത് കുടിച്ചോ. ഓളെ മരുമക്കളാണെന്നുണ്ടെങ്കിലേ രണ്ടും ഇവിടെ ഇല്ലേ, രണ്ടും തെറ്റി പോയിക്കണല്ലോ ഓളെ സ്വഭാവം കാരണം. അപ്പൊ ഞമ്മള് നല്ലപോലെ നിക്കണത് കാണുമ്പോ ഓൾക്ക് അസൂയ തോന്നിയതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഏടി ഞാനെടി ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ എന്റെ അടുത്തേക്ക് വന്നത്. പറയാനാണ് ഞാൻ മറക്കും ചെയ്ത്. ഇവിടെ വന്ന് ആ വൈക്ക് എത്തിയിട്ടാണ് ഓർമ്മ. എന്റെ അടുത്ത് ഒരു 500 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ തരുമോ ചോദിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. എന്തിനാ എനിക്ക് 500 ഉറുപ്പ്യ? ഇന്നിപ്പോ വൈകുന്നേരം കുടുംബശ്രീ ഉണ്ടേ. അപ്പൊ അതില് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, കുറച്ച് ചേർക്കാനൊക്കെ കൂടെ. അപ്പൊ ഒരു 500 ഉറുപ്പ്യ എന്റെ അടുത്ത് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. പിന്നെ അങ്ങനെ എന്റെ മരുമോളും കുട്ടീനെയും കണ്ടുകാണ്ട് ഞാനവിടെ പോവുകയല്ലേ ചെയ്തത്. പറ്റനെ മറന്നത്. ഇജി നേരത്തെ വന്നപ്പോഴാണ് ആ 500 ഉറുപ്പ്യ എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് തന്നീന്ന്. അത് എനിക്ക് ഏറ്റവും വലിയ നഷ്ടാവും ചെയ്തീന്ന്. ഇനിയിപ്പോ എന്തായാലും എനിക്ക് ആ പൈസ ഞാൻ തരൂല. എന്താട്ടി ഇജി തരൂല അറിയണു? ഞാൻ എന്താ എന്നെ കാട്ടി? എന്താ ഞാൻ പറയണെന്നോ? ഇജി ഇനി എന്റെ മരുമോളും കൂടെ തെറ്റിക്കാൻ നോക്കി. അനക്ക് ഇങ്ങനെ തെറ്റിച്ചിട്ട് എന്ത് കിട്ടാനാണ്? അത് ജാതി ഒന്ന് പറഞ്ഞാട്ടിക്ക. അന്റെ മരുമക്കൾ ഇവിടെ ഇല്ല വിചാരിച്ചിട്ടാണോ ഇജി ഞങ്ങൾ രണ്ടിനും കൂടി തെറ്റിക്കണത്? നല്ലപോലെ നിക്കണത് അനക്ക് പറ്റുന്നില്ലല്ലേ? നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഇന്നോടൊന്നും എന്റെ ഉമ്മാനോടൊന്നും വന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങൾ രണ്ടാളും കൂടി തെറ്റിക്കാനല്ലേ നോക്കിയത്? ഞാൻ എന്നോട് എന്ത് പറഞ്ഞു എന്ന് ഇജ്ജ് പറയണത്? ഞാൻ എന്നോട് ഒരു കാര്യം പറയാൻ വന്നിട്ടില്ല. അത് ശരി, ഇജ്ജ് ഇന്നോളെയും കൂടി തെറ്റിക്കാൻ നോക്കുകയാണല്ലേ? കൂടുതൽ നിങ്ങൾ വർത്താനൊന്നും പറയണ്ട. നിങ്ങൾ എന്തൊക്കെ എന്നോട് വന്ന് പറഞ്ഞത്? കുട്ടി കറുത്തിട്ടാണ്, എന്റെ മകൻ വെളുത്തിട്ടാണ്, എന്റെ മകന്റെ കുട്ടിയല്ല, പിന്നെ എനിക്ക് തിന്നാൻ തരുന്നതിന് കുറ്റം പറഞ്ഞിക്കണ്, എന്റെ അമ്മ വന്ന് നിക്കാത്തതിന് പറഞ്ഞിക്കണ്. നിങ്ങൾ എന്തൊക്കെ എന്നോട് വന്ന് പറഞ്ഞേ? ഈ ഇമ്മാനോട് നിങ്ങൾ എന്തൊക്കെയാ വന്ന് പറഞ്ഞത്? ഒക്കെ ഞാൻ ഈ ജനലിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ കേട്ടതാണ്.
അന്റെ മരുവോള് പറയണോന്ന് ഇജ്ജ് വിശ്വസിക്കാൻ നിക്കണ്ടട്ടോ. അന്റെ മരുവോള് നമ്മളെ രണ്ടാളും തെറ്റിക്കാൻ നോക്കുക. അയൽവാസിയോളെ ബന്ധം തന്നെ മുറിപ്പിക്കുകയാണ് ഓള്. ഇതാണ് ഇപ്പൊ എന്റെ മരുവോളെ സ്വഭാവം എന്നുള്ളത് ഇപ്പൊക്ക് മനസ്സിലായി. ഈ കണ്ട കാലം വരായിട്ട് ഈ കുട്ടി ഇതിനുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഇന്റെ മകള് ഇതിന്റെ ഉള്ളിൽ വന്ന് പോണതാണ്. ഓല് തമ്മിലും കൂടി ഒരു പ്രശ്നം ഉണ്ടാവലില്ല. അപ്പൊ ഇജ്ജ് ഇനി ഇന്റെ മരുവോളും കൂടി തെറ്റിച്ചിട്ട് ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കല്ലേ. എന്തായാലും ഇനി അത് നടക്കൂല. മര്യാദക്കാർക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോവാനക്ക് നല്ലത്. എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ ആട്ടി ഇറക്കും ഇവിടുന്ന്. പിന്നെ ഇവിടെ വന്നിട്ട് ജമീല ആട്ടി ഇറക്കി എന്നുള്ള ആ പേര് ഇവിടെ കേൾക്കാൻ പാടില്ല. ഇത് ഞാനൊന്നും കാര്യാക്കണ്ട. ഓള് ഈ 7 ഓള് വരൂല. ഇജ്ജ് പോയിട്ട് ആ ചായ എന്തേലും കുടിച്ചിങ്ങാണ്ട് ആ കുട്ടിയുടെ അടുത്ത് പോയി കിടന്നോ.